ബംഗ്ലാദേശിൽ സ്വതന്ത്രവും നീതിയുക്തവും എല്ലാവർക്കും പങ്കാളിത്തവുമുള്ള തെരഞ്ഞെടുപ്പ് വേണമെന്ന് ഇന്ത്യ. ബംഗ്ലാദേശിലെ ഹിന്ദുമത വിശ്വാസികൾക്ക് നേരെ ആക്രമണം തുടരുന്നതായി ആരോപണം ശക്തമാകുന്നു. BNP ആക്ടിംഗ് ചെയർമാൻ താരിഖ് റഹ്മാൻ വെള്ളിയാഴ്ച ധാക്കയിലെ തന്റെ പിതാവും ബംഗ്ലാദേശ് മുൻ പ്രസിഡന്റുമായ സിയാവൂർ റഹ്മാന്റെ ശവകുടീരം സന്ദർശിച്ചു. അജയ് സുധ ബിജു ആണ് ചേരുന്ന വിവരങ്ങളുമായി. അജയ്, ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, തീർച്ചയായിട്ടും ഇന്ത്യ ഉൾപ്പെടെ അടുത്ത് നോക്കിക്കാണുന്നത് ബംഗ്ലാദേശിൽ നടക്കാനിരിക്കുന്ന പുതിയ തെരഞ്ഞെടുപ്പാണ്. ഫെബ്രുവരി 12-നാണ് ഈ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാകുന്നത് ഇപ്പോൾ ഈ പുതിയ BNP എന്ന് പറയുന്ന പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉള്ള അവരുടെ ഒരു പുതുതായിട്ട് അവർ ഈ മുസ്ലിം സഖ്യങ്ങളുമായിട്ടൊക്കെ പ്രധാനമായിട്ടും ഉള്ള ഒരു കൂട്ടുകെട്ട് അവസാനിപ്പിച്ചതിനെ തുടർന്ന് അവർ ഹിന്ദുക്കളെ കൂടി ചേർത്ത് വയ്ക്കുന്ന ഒരു നിലപാടാണ് പുതുതായി BNP സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രൺധീർ ജയ്സ്വാൾ ബംഗ്ലാദേശിൽ മൊത്തത്തിൽ 2900 ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള അക്രമ സംഭവങ്ങൾ നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജെയിംസ് എന്ന് പറയുന്ന ഒരു ബംഗ്ലാദേശി പോപ്പ് സിംഗറിൻ്റെ ഒരു കലാപരിപാടി, അവിടെ ഒരു സ്കൂളിൻ്റെ ആനുവൽ ഡേയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തരമൊരു കലാപരിപാടി സംഘടിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു പരിപാടി ഉൾപ്പെടെ റദ്ദ് ചെയ്യുന്ന സംഭവം ഉൾപ്പെടെ ബംഗ്ലാദേശിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം അത് ഇപ്പോൾ അടുത്തിടെ ഈ ഒരു വലിയൊരു ജനക്കൂട്ടം ഈ ഒരു സ്ഥലത്തേക്ക് കടന്നെത്തുകയും ഈ സ്റ്റേജ് ആക്രമിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഈ ജെയിംസിൻ്റെ കലാപരിപാടി അത് അവസാനിപ്പിക്കുന്ന നിലപാടുണ്ടായിരുന്നത്. താരിഖ് റഹ്മാൻ തിരിച്ചു വന്നതിന് പിന്നാലെ അദ്ദേഹം അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. BNPയുടെ ആക്ടിംഗ് ചെയർമാനാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കും എന്നുള്ള കാര്യം നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ മത്സരിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. ബംഗ്ലാദേശിൻ്റെ ഭാവി പ്രധാനമന്ത്രിയായി പലരും ഉയർത്തിക്കാട്ടുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. മുൻപ് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ബംഗ്ലാദേശിലുള്ള മൈനോറിറ്റീസിനെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടാണ്. നിലവിൽ അവാമി ലീഗ് ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിൽ ഈ താരിഖ് റഹ്മാന്റെ മടങ്ങിവരവും അദ്ദേഹത്തിന്റെ ഈ BNP പാർട്ടിയിലേക്കുള്ള ഈ സ്ഥാനവും അത് ഈ മൈനോറിറ്റി വോട്ടുകളെ BNPയിലേക്ക് ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഉന്നയിച്ച ഈ ഒരു ആശങ്ക, അവിടെയുള്ള ഈ ഹിന്ദുക്കളുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനെല്ലാം ഒരു പരിഹാരമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.